പകൽക്കാലം വേഗത്തിൽ കമ്പിവാചകമായിട്ട് ഒരു വചനത്തിലേക്ക് കടന്നു വരാം. യെരമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Call to me and I will answer you and I will tell you and show you a great and mighty things which you do not know. ഇന്ന് നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന എൻ്റെ വിഷയം എക്സ്പെക്ടേഷൻ ഓഫ് സീയിങ് തിങ്സ്. നമ്മൾ ചിലത് പ്രതീക്ഷയോട് നോക്കി പാർക്കുന്നത് ആയിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഡിക്ഷണറിയിൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ എ ആക്ട് ഓർ സ്റ്റേറ്റ് ഓഫ് ലുക്കിംഗ് ഫോർവേഡ്. നമ്മൾ ഭാവിയെ ഒന്ന് കാണുക, കാണുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാണാത്ത മണ്ഡലത്തെ സ്പർശിക്കുക. കാണുന്ന മണ്ഡലം താൽക്കാലികം, കാണാത്ത മണ്ഡലം ശാശ്വതം. കാണുന്ന മണ്ഡലം ഫാക്റ്റാണ്, കാണാത്ത മണ്ഡലം സൂപ്പർ നാച്ചുറൽ ആണ്. സ്തോത്രം. കാണുന്ന മണ്ഡലത്തിൽ ഡോക്ടറിന്റെ റിപ്പോർട്ട് ഫാക്റ്റാണ്. യു കൻ നോട്ട് ഡിനൈ ദ ഫാക്ട്സ്. നിങ്ങൾക്ക് ഫാക്റ്റിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അതിനുപരിയായിട്ട് ഞാൻ ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ കാട്ടിലും ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ മേല് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എൻ്റെ ദൈവം ഇതിൽ നിന്ന് എന്നെ വിടുവിക്കുമെന്ന്. ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഇറ്റ് ഈസ് ആൻ ആന്റിസിപ്പേറ്ററി മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡാണ് എക്സ്പെക്ടേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞ, നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ പ്രാപിച്ചെടുക്കും നിശ്ചയം എന്നുള്ള ഉറപ്പാ. ആമേൻ. പാസ്റ്റർ, ഞാനിവിടെ കയറി വന്നപ്പോൾ പാസ്റ്റർ ഒരു പാട്ട് പാടും, നിശ്ചയം നിശ്ചയം. ആ നിശ്ചയം പാട്ട് കേട്ടപ്പം തന്നെ എനിക്കൊരു നിശ്ചയം, ദൈവം തന്ന ദൂത് തന്നെ ഇതെന്ന്. ഹല്ലേലൂയ. When you expect, you give a birth to what you expect. നിങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 39 ആഴ്ച കഴിയുമ്പോൾ ഒരു ഡെലിവറി നടക്കും. ഒരു കുഞ്ഞിനെ ഞാൻ കാണും, ജീവനുള്ള സൗന്ദര്യമുള്ള ദൈവം തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ ഞാൻ കാണും. ഇന്ന് പകൽക്കാലം ദൈവ സന്നിധാനത്തിൽ വരുമ്പോൾ ദൈവം നിനക്ക് പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ നീ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് ആ ഡെലിവറി പീരീഡ് ആകുമ്പോൾ, ആ സമയമാകുമ്പോൾ, അപ്പോയിന്റഡ് സമയത്തിലേക്ക് നീ വരുമ്പോൾ ഒരു പിശാചിനും തടയാൻ പറ്റുകയില്ല. മിസ്കാരി ആകത്തില്ല. അത് നടന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. അനേകർ ദൈവസന്നിധാനത്തിൽ വിശ്വാസത്താൽ കടന്നു വരുന്നു. വിശ്വാസം ഇല്ല എങ്കിൽ അവരിവിടെ വരുത്തില്ലായിരുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധാനത്തിൽ കടന്നു വരുന്നത്. പക്ഷെ പ്രതീക്ഷ എന്ന് പറഞ്ഞ അതല്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവം നമ്മുടെ അകത്ത് നേരത്തെ ഒരു പിക്ചറായിട്ട് കാണും. നടക്കാൻ പോകുന്ന സംഭവം നേരത്തെ നമ്മുടെ അകത്ത് ഒരു പിക്ചറായിട്ട് കാണും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടിയില്ല. ഒന്നുകൂടെ വിശദീകരിക്കും. ഞങ്ങൾ കുറച്ച് യവനക്കാർ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്ന് പോക്കറ്റിൽ 2 രൂപ ഇല്ലാത്ത സമയമാണ്. പൈസ ഇല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സൈക്കിളാണ്. ഈ സൈക്കിളിന് പഞ്ചർ ഒട്ടിക്കാനുള്ള പൈസ ആ സമയത്താണ് ഞങ്ങൾ യവനക്കാർ
ഈ വേൾഡ് ഗ്ലോബിനെ പിടിച്ച് പ്രാർത്ഥിക്കും. എന്നറിയോ പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾ തല്ലിക്കൊല്ലും. സ്വോത്രം. പാക്കറ്റിൽ 2 രൂപ ഇല്ലെങ്കിൽ യുവമാരുടെ പ്രാർത്ഥന ഭയങ്കരമാണല്ലോ എന്ന്. എന്നറിയോ, കർത്താവേ ഈ രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ യാത്ര ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഓരോ രാജ്യത്തിൻ്റെ പേര് കൈതൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറയും ഇവിടെ എല്ലാം യാത്ര ചെയ്യും. സ്വോത്രം. അന്നേരം തന്നെ ബുദ്ധിമണ്ഡലം പറയും, ഓ ആദ്യം നിന്റെ പോക്കറ്റിൽ എത്ര പൈസ കൊണ്ട് നോക്കണമെന്ന്. സ്വോത്രം. പക്ഷെ ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗ്ലോബ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഞാനും പാസ്റ്റർ അനിസൻ, എൻ്റെ ബെസ്റ്റ് ബഡി പാസ്റ്റർ അനിസൻ, ഞങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് പറയും, സാറേ, ഞങ്ങൾ സാറേ സാറേ എന്നാണ് വിളിക്കുന്നത്. സാറേ, ഒരു രാജ്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ്, അടുത്ത രാജ്യത്തിൽ ലഞ്ചും, ഇനി അടുത്ത രാജ്യത്തിൽ ഡിന്നർ. സ്വോത്രം. 2 ഇഡ്ഡലി മേടിച്ച് കഴിക്കാൻ പൈസ ഇല്ല. അന്നേരം ഇത് പറയുന്നത്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ദൈവം ആർക്കും കടക്കാരനല്ല. ഞാൻ പറയുന്നത്, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം നീ നേരത്തെ മുൻകൂട്ടി കാണണം. വായിച്ച വാക്യത്തിൽ നിങ്ങൾ കാണാത്ത മണ്ഡലത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുമെന്നാ പറഞ്ഞ. എങ്ങനെയാ മലയാളത്തിൽ വായിച്ച 33:3? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും നീ അറിയാത്ത, ദാറ്റ് മീൻസ് അൺസോൺ, നിനക്കറിയാത്ത മണ്ഡലമാണ്. നിനക്കറിയാത്ത മണ്ഡലത്തിൽ മഹത്തമായ ദൈവത്തിന്റെ ചില രഹസ്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു തരും. പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ. കാണുന്ന സാഹചര്യമല്ല ഇന്നത്തെ സിറ്റുവേഷൻ, അല്ല ഇന്നത്തെ സിറ്റുവേഷൻ ബാഡ് ആയിരിക്കും, ഇന്നത്തെ സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രതീക്ഷ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്മ കാണ്, ഞാൻ വിടുതൽ കാണ്, ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന കാണും. Many people have faith in God. They believe in God, but there is no expectation. Because expectation is the attitude of a person who express something to happen in life. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉള്ളവരായിരിക്കണം.